ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈ ഈശോ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ചുറ്റുപാടിലേക്ക് കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. തപസ് കാലഘട്ടത്തിലാണല്ലോ ഈശോ നിന്നെ തിരിച്ചു വിളിക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈശോയിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട്, ഈശോയിലേക്ക് തിരിച്ചു നോക്കുവാനായിട്ട് വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 32-ാം തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ ഈശോ വചനത്തിലൂടെ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയായിട്ടാ. നീതിമാന്മാരെ അല്ല എന്റെ ഫോക്കസ്, ഞാൻ പാപികളെ ഫോക്കസ് ചെയ്യണേ. അവരെ തടയാൻ വേണ്ടിയല്ല, അവരെ ചേർത്ത് പിടിക്കുവാനാ, എന്നിലേക്ക് ആകർഷിക്കുവാനായിട്ട്. നിന്റെ ഈശോ ഈ തപസ് കാലഘട്ടത്തില് നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഹൃദയം ഒരു പടി കൂടി അവനിലേക്ക് അടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവെ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ, തപസ് കാലഘട്ടത്തില് ഓരോ ദിവസവും ഓരോ പടി നിന്നിലേക്ക് അടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ